മനുഷ്യൻ പറയാറില്ലേ, വാരിക്കോരി സാധനങ്ങൾ വാങ്ങി വീട് നിറയ്ക്കണമെന്ന്, എങ്കിലേ വീട് നിറഞ്ഞതുപോലെ തോന്നിക്കൂവെന്ന്. അതുപോലെ തന്നെയാണ് പറയുന്നത്, കുട്ടികളെ ജനിപ്പിച്ച് വീട് നിറയ്ക്കണമെന്ന്, എങ്കിലേ വീട് നിറഞ്ഞതുപോലെ തോന്നിക്കൂവെന്ന്. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ചാണ് പോകുന്നത്. വീട് നിറയ്ക്കണമല്ലേ, അതിന് രണ്ട് കാര്യങ്ങൾ വേണം. വണ്ടി വേണം, ഫർണിച്ചർ വേണം, പിന്നെ കുട്ടികളും വേണം. കാരണം ആ ജനിച്ച കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വായു കൊണ്ടുവന്നിട്ടില്ല, ഭക്ഷണമോ താമസിക്കാനുള്ള സ്ഥലമോ കൊണ്ടുവന്നിട്ടില്ല, നടക്കാൻ വണ്ടിയും കൊണ്ടുവന്നിട്ടില്ല. അമ്മ പെട്ടെന്നൊരു കുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ അവൻ എവിടെ താമസിക്കും, എന്ത് കഴിക്കും? അവന് നടക്കാൻ ഇനി റോഡുകളും വേണമല്ലോ. റോഡുകൾ നിർമ്മിക്കേണ്ടി വരും. എവിടെ നിന്ന് വരും ആ റോഡുകൾ? അത് വരുന്നത് കാടുകൾ വെട്ടിത്തെളിച്ചാണ്. നിങ്ങൾ കാട് വെട്ടുമ്പോൾ എത്രയോ ജീവിവർഗങ്ങളെയാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ വംശനാശത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. കാരണം അവർക്ക് താമസിക്കാൻ ഇനി വീടില്ല, അവരുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതായി. നിങ്ങൾ മറ്റു ത്യാഗങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരുന്നാൽ മാത്രം മതി, കാര്യങ്ങൾ ശരിയാകും. ഇനി നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കാനും ഒപ്പം ഉപഭോഗം കുറയ്ക്കാനും കഴിയുമെങ്കിൽ അത് അത്യുത്തമമാണ്. നിങ്ങൾ അങ്ങനെ മാറുകയാണെങ്കിൽ ഈ ഭൂമി മുഴുവൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് മനസ്സിലാക്കുക.